കണ്ണുകുപ്പായ കീശയിലാണ്. പൈസേനെ പറ്റി മാത്രം ചിന്ത. പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമ. ഇതാ പ്രധാനമന്ത്രി. പണം പണം പണം. കാത് കമിഴ്ത്തി വെച്ചിരിക്കുന്നു. ലോകത്തെന്ത് സംഭവിച്ചാലും എനക്കൊന്നും അറിയില്ല രാമനാരായണ. ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. അതിനെന്താ ഞാൻ വേണ്ടേ? എൻ്റെ വീട്ടിൽ നിന്ന് ആരും MBBS പഠിക്കാൻ ഉക്രൈനിൽ പോയിട്ടില്ല. ഞാനെന്തിനു ശ്രദ്ധിക്കുന്നു? തലയെടുത്ത് വയറ്റിൽ തിരികുന്നു. ബുദ്ധി തിന്നേണ്ട കാര്യത്തെ പറ്റി മാത്രം. അൽഫാം, ചിക്കൻ കടായി, 65 ഇതിനെപ്പറ്റി മാത്രം ചിന്ത. നാവെടുത്ത് പുറത്തിടുന്നു. പാചകടിക്ക് ഒരു കുറവില്ല. അങ്ങനെ നടക്കുന്നൊരു പുതിയ തലമുറ വരുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ പോകുന്നു? ഖുറാനും ബൈബിളും ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ചേരണമെങ്കിൽ ആ ഹൃദയം ആദ്യം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നനക്കണം. നിങ്ങൾ സിമെന്റ് ഇടുമ്പോൾ ആദ്യം ചുമര് നനക്കുന്നില്ലേ? നനവില്ലാത്ത ചുമരിൽ സിമെന്റ് പറ്റിച്ചാൽ അത് അടന്നു പോരും. ഈ ധാർമ്മിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കുക. അത് കുടുംബത്തിൽ നിന്നുണ്ടാക്കണം. അതാണ് സ്പിരിച്വൽ ക്വഷ്യന്റ്. ഇനിയൊരു സാധനമുണ്ട്, DQ. ഈ DQ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു ചോദ്യം, ഒരു കണക്ക് കൂടി ചോദിക്കാം. നമ്മുടെ കണക്കുകളെല്ലാം 10ന്റെ പെരുക്കങ്ങളല്ലേ? 0 ഇടുന്തോറും 10ന്റെ പെരുക്കം. 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് ലാൻഡിങ് 10ലാണ്, അതിൻ്റെ 100ലാണ്, 1000ലാണ്. 10ന്റെ ഗുണിതങ്ങളാണ് മലയാളത്തിലെ കണക്ക്. 1, 10, 100, 1000, 10000. അത് ഇംഗ്ലീഷിലും 10 തന്നെയാണ്. 1, 10, 100, 1000. ഹിന്ദിയിലും 10 തന്നെ. 1, 10, 100, 1000. സംസ്കൃതത്തിലും 10 തന്നെ. ഏകം, ദശം, ശതം, സഹസ്രം, അയുധം. അറബിയിലും 10, ഫ്രഞ്ചിലും 10, ജർമ്മനിയിലും 10, ചിലിയൻ ഭാഷയിലും 10, ആഫ്രിക്കൻ ഭാഷയിലും 10. ചെന്തറയെ ലോകത്തെ പല ഭാഷകൾ ദൈവത്തിന് പോലും പല പേരാ. പക്ഷെ കണക്കല്ല എന്താ 10. ഏതെങ്കിലും ഒരു ഭാഷയിൽ 9ന്റെ പെരുക്കായില്ല? ഏതെങ്കിലും ഒരു ഭാഷയിൽ 11ന്റെ പെരുക്കായില്ല? എന്തായിരിക്കും? 10ന് ഇത്ര. നമ്മുടെ മലയാളത്തിൽ സമ്പത്തില്ലേ? സമ്പത്ത്, അത് കൂട്ടിവെച്ച സാധന 10,000. എന്താ ഈ 10ന് ഇത്ര പ്രാധാന്യം വന്നേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 10ന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം സിമ്പിളാണ്. ലോകത്തേത് ഭാഷ സംസാരിക്കുന്നവരും കണക്ക് എണ്ണാൻ പഠിച്ചത് വിരലുമല എണ്ണീറ്റാ. എല്ലാവർക്കും 10 വിരല. എണ്ണാൻ പഠിച്ച വിരലുമല. പുരാകവീനാം ഗണനാപ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ. പുരാണ കവികളുടെ എണ്ണം എടുക്കുമ്പോൾ കാളിദാസന്റെ സ്ഥാനം കനിഷ്ഠികയിലാണ്. കനിഷ്ഠിക എന്ന് പറഞ്ഞാൽ ഈ വിരൽ, ഇതല്ലേ നമ്പർ 1. കാളിദാസൻ നമ്പർ 1 ആണ് എന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ശ്ലോക വിരലാണ്.